Okay, good afternoon. എല്ലാവരും അറ്റൻഡൻസ് കമന്റ് ബോക്സിൽ ചാറ്റ് ചെയ്യുക കേട്ടോ. ലൈവ് ചാറ്റിൽ പോസ്റ്റ് ചെയ്യുക, അറ്റൻഡൻസ് പോസ്റ്റ് ചെയ്യുക. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഫോഴ്സ് എന്താണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ആക്ഷൻ ഓഫ് വൺ ബോഡി ഓൺ എനി അതർ ബോഡി, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ടു ബോഡീസ്. അതുപോലെ ഫോഴ്സിന്റെ യൂണിറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂട്ടൺ, SI സിസ്റ്റത്തിലാണെങ്കിൽ ന്യൂട്ടൺ ആണ്, CGS സിസ്റ്റത്തിലാണെങ്കിൽ ഡൈൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എലമെന്റ്സ് ഓഫ് ഫോഴ്സ്, മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ, പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്താ നോക്കി, സിസ്റ്റം ഓഫ് ഫോഴ്സസ്, റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് എന്താണെന്ന് നോക്കി, പ്രിൻസിപ്പിൾ ഓഫ് റെസൊല്യൂഷൻ, കോമ്പോസിഷൻ ഓഫ് ഫോഴ്സ്, composition of concurrent forces by parallelogram law, then moment of force. Moment of force എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞിരുന്നു അല്ലെ. പിന്നെ ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ട്, അതുപോലെ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ട്. ലാരഗ്നോസ് തിയറം എന്താണെന്ന് പറഞ്ഞു. കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഇവിടുന്നാണ് ഇമ്പോർട്ടന്റ്. Algebraic sum of horizontal components of force is 0. Sigma Fx is equal to 0. Algebraic sum of vertical components of force is 0. That is sigma Fy is equal to 0. Algebraic sum of moments of force about any point in their plane is 0. That is sigma M is 0. Okay. ഇനി നമുക്ക് ബീംസ് എന്താണെന്ന് നോക്കാം. ബീംസ് നിങ്ങൾ ബീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രക്ചറൽ മെമ്പേഴ്സ് ടു സപ്പോർട്ട് ട്രാൻസ്വേഴ്സ് ലോഡ്സ്. ബീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രക്ചറൽ മെമ്പർ ടു സപ്പോർട്ട് ട്രാൻസ്വേഴ്സ് ലോഡ്. ഒരു ഫ്രെയിംഡ് സ്ട്രക്ചർ വരയ്ക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരുപാട് ബിൽഡിങ്സ് ഉണ്ടായിരിക്കും അല്ലേ. ഇതിൻ്റെ അടിയിലേക്ക് നമ്മുടെ ഗ്രൗണ്ട് ലെവലാണ് ഈ കാണിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് കോളംസ് ആയിട്ടും ഇതിനെ ബീമായിട്ടും പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്ട്രക്ചറൽ മെമ്പേഴ്സ് ടു സപ്പോർട്ട് ട്രാൻസ്വേഴ്സ് ലോഡ്, അതിനെയാണ് നമ്മൾ ബീം എന്നതുകൊണ്ട് പറയുന്നത്. ബീം. ബീം ഇതാണെങ്കിൽ കോളംസ്. കോളംസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ സ്ട്രക്ചറൽ മെമ്പേഴ്സ് ടു സപ്പോർട്ട് ആക്സിയൽ ലോഡ്സ്. ഇങ്ങനെയാണ് ആക്സിയൽ ആയിട്ടാണ് ലോഡ് വരിക അല്ലെ. ബീമിലേക്ക് കോളത്തിലേക്ക് ആണെങ്കിൽ ആക്സിയൽ ഡയറക്ഷൻ, ഈ ഒരു ഡയറക്ഷനിലാണ് അതിലേക്ക് ലോഡ് വരിക. ബീമിലേക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലാണ് അതിന്റെ ലോഡ് വരുന്നത്. So structural members to support transverse loads is called beams. Types of beam according to type of support on which beams are placed. അതുപോലെ നമ്മുടെ ഈ ബീംസിന്റെ എൻഡില് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബീംസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ അത് പറയുന്നതിന് മുൻപ് നമുക്ക് സപ്പോർട്ടും റിയാക്ഷനും എന്താണെന്ന് നോക്കാം. സപ്പോർട്ടും റിയാക്ഷനും എന്താണെന്ന് നോക്കാം. A support prevents translation of a body in a given direction. A force is developed on the body in that direction. ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡയറക്ഷനിൽ അതിന്റെ ട്രാൻസ്ലേഷൻ പ്രിവെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് സപ്പോർട്ട് പറയുന്നത്. അതേസമയം റിയാക്ഷൻ ആണ് എങ്കിൽ ദ ഫോഴ്സ് ആൻഡ് മൊമെന്റ്സ് എക്സേർട്ടഡ് ഓൺ ആൻ ഒബ്ജെക്ട് ബൈ ഇറ്റ് സപ്പോർട്ട് ഈസ് കോൾഡ് റിയാക്ഷൻ. ആ സപ്പോർട്ട് ഓക്കെ, ഈ സപ്പോർട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ മൊമെന്റ്, അതിനെയാണ് നമ്മൾ റിയാക്ഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെ സപ്പോർട്ടുകളാണ് നമ്മൾ ബീമിന്റെ എൻഡിൽ കൊടുക്കാറുള്ളത് എന്ന് നോക്കാം. റോളർ സപ്പോർട്ട്, ഹിഞ്ചഡ് സപ്പോർട്ട്, ഫിക്സഡ് സപ്പോർട്ട്.
റോളർ സപ്പോർട്ട്, ഹിഞ്ചഡ് സപ്പോർട്ട്, ഫിക്സഡ് സപ്പോർട്ട്. സാധാരണ നമ്മൾ കൊടുക്കുന്ന 3 സപ്പോർട്ടുകളാണ് റോളർ സപ്പോർട്ട്, ഹിഞ്ചഡ് സപ്പോർട്ട്, അതുപോലെ ഫിക്സഡ് സപ്പോർട്ട്. അപ്പോൾ റോളർ സപ്പോർട്ടിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. റോളർ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്ലൂ കളറിൽ കാണുന്ന ബീമാണ്. ഇത് ഈ രീതിയിലാണ് ഒരു ട്രയാങ്കിൾ വരച്ച് 2 ബിയിൽ വരയ്ക്കും. അപ്പൊ ഇത് കാണിക്കുന്നത് നമ്മുടെ ഗ്രൗണ്ട് ലെവലിനെയാണ്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ റോളർ സപ്പോർട്ടിനെ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. റോളർ സപ്പോർട്ടിന് എക്സാമ്പിൾ ആയിട്ട് നമുക്കിപ്പോ നമ്മുടെ റോളിംഗ് ചെയേഴ്സ് ഒക്കെ ഇല്ലേ, ചെയർ റോൾ ചെയ്യാൻ പറ്റുന്ന ചെയേഴ്സ് ഉണ്ട്, അതൊക്കെയാണ് നമുക്ക് റോളർ സപ്പോർട്ടിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പോൾ ഇതിനകത്ത് പോസിബിൾ ആയിട്ടുള്ള മൂവ്മെന്റ്, റോളർ സപ്പോർട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ പോസിബിൾ ആയിട്ടുള്ള മൂവ്മെന്റ് എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ ഇൻ ദ പ്ലെയിൻ വിച്ച് ഇറ്റ്സ് റെസ്റ്റ്. അതായത് അത് എവിടെയാണോ ഇരിക്കുന്നത് ആ പ്ലെയിനില്, ഇപ്പോ ഇവിടെ റോളർ സപ്പോർട്ടിന്റെ കേസിൽ ഇത് ഇരിക്കുന്നത് ഈ ഒരു പ്ലെയിനിലാണ് അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഒന്ന് ആലോചിക്കുക, നമുക്ക് ഈ ഡയറക്ഷനിലേക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാം, അതുപോലെ ഈ ഡയറക്ഷനിൽ അതിന് ഇങ്ങോട്ട് മൂവ് ചെയ്യാം, കാരണം റോളേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ 2 ഡയറക്ഷനിൽ അതിന് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ റൊട്ടേഷനും പോസിബിൾ ആണ്. ഇവിടെ കടന്ന് റൊട്ടേറ്റ് ചെയ്യാനും അത് പോസിബിൾ ആണ്. പക്ഷെ അതിന് അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അതിന് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, അതുപോലെ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, പിന്നെ അവിടെ റൊട്ടേറ്റ് ചെയ്യാനും സാധിക്കും. എന്നാൽ ഇതിന് അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇൻ കേസ് ഓഫ് റോളർ സപ്പോർട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ റിയാക്ഷൻ എന്താണ്, ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യാൻ പറ്റാത്തത് ആ ഡയറക്ഷനിലാണ് എന്തുണ്ടാകുന്നത്, റിയാക്ഷൻ ഉണ്ടാകുന്നത്. പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഇൻ വിച്ച് ഇറ്റ് റെസ്റ്റ്. അപ്പം ഇതിന് അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതായത് ഇപ്പൊ ഈ പ്ലെയിനിലാണ് അത് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ അതിന് മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇവിടെ റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷനിലാണ്. ക്ലിയർ ആയോ? റോളർ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. റോളർ സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ അതിന് ഏത് പ്ലെയിനിലാണോ റെസ്റ്റ് ചെയ്യുന്നത് ആ പ്ലെയിനിൽ ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. പക്ഷെ റെസ്റ്റ് ചെയ്യുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ എന്ത് വന്നു, അവിടെയാണ് റിയാക്ഷൻ ഉണ്ടാകുന്നത്. ഈ റോളർ സപ്പോർട്ട് കാരണം അവിടെ റിയാക്ഷൻ കൊടുക്കുന്നത് പെർപെൻഡിക്കുലർ അപ്വേർഡ് ഡയറക്ഷനിലാണ്, വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് റിയാക്ഷൻ ഉണ്ടാകുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് റിയാക്ഷൻ ഒക്കെ കാണുമ്പോൾ അത്യാവശ്യമാണ്. ക്ലിയർ ആയില്ലേ? റോളർ സപ്പോർട്ട് നമ്മുടെ റോളിംഗ് ചെയർ ആലോചിച്ചാൽ മതി. റോളിംഗ് ചെയറിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാം അല്ലെ, പക്ഷെ മുകളിലേക്ക് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. റോളിംഗ് ചെയറിൽ ഇരുന്നിട്ട് നമുക്ക് ഈ എക്സ് ഡയറക്ഷനും ഈ ഒരു ഡയറക്ഷനിലെല്ലാം നമുക്ക് റോളിംഗ് ചെയറിൽ ഇരുന്ന് കഴിഞ്ഞാൽ മൂവ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അതുപോലെ അവിടെ റൊട്ടേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്വേർഡ് ഡയറക്ഷനിൽ മാത്രം ഈ ഒരു ഡയറക്ഷനിൽ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇത് എന്ന് പറയുന്നത് റിയാക്ഷൻ ആണ്. ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യാൻ പറ്റാത്തത് അത് റിയാക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കേസ് നോക്കാം. നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഹിഞ്ചഡ് സപ്പോർട്ടാണ്. അപ്പൊ ഹിഞ്ചഡ് സപ്പോർട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. നേരത്തെ വീൽ ഉണ്ടായിരുന്നു, ഇവിടെ വീലില്ല, ബ്ലൂ കളറിലെ ബീം. ഈ ഒരു രീതിയിലാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഹിഞ്ചഡ് സപ്പോർട്ട് അല്ലെങ്കിൽ പിൻഡ് സപ്പോർട്ട് എന്ന് പറയും. അപ്പൊ ഈ കേസിലാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഏതൊക്കെയാണ് ഇവിടെ റൊട്ടേഷൻ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, ഹിഞ്ചഡ് സപ്പോർട്ടിന്റെ കേസിൽ ഇവിടെ റൊട്ടേഷൻ മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളത്. അതായത് അതിരിക്കുന്ന പ്ലെയിനിലും മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല, അതുപോലെ വെർട്ടിക്കൽ ഡയറക്ഷനിലും മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ 2 പ്ലെയിനിലും, അതിരിക്കുന്ന പ്ലെയിനിലും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിലും എന്നാണ് എന്തുണ്ടാകുന്നത്, റിയാക്ഷൻ ഉണ്ടാകുന്നത്. മൂവ് ചെയ്യാൻ പറ്റാത്തത് ഏതൊക്കെ ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിലെല്ലാം റിയാക്ഷൻ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഇത് ഇൻ കേസ് ഓഫ് ഹിഞ്ചഡ് സപ്പോർട്ട് ഓൺലി റൊട്ടേഷൻ ഈസ് പോസിബിൾ. ഓക്കെ, ഇൻ കേസ് ഓഫ് ഹിഞ്ചഡ് സപ്പോർട്ട് ഓൺലി റൊട്ടേഷൻ ഈസ് പോസിബിൾ. അപ്പൊ മറ്റു 2 ഡയറക്ഷനിൽ എന്താണ് ഉണ്ടാകുന്നത്, റിയാക്ഷൻ ആണ് ഉണ്ടാകുന്നത്. ഇവിടെ റിയാക്ഷൻ ഫോഴ്സ് മാർക്ക് ചെയ്ത് കണ്ടില്ലേ, ഈ ഡയറക്ഷനിലും അതായത് എക്സ് ഡയറക്ഷനിലും അതുപോലെ വൈ ഡയറക്ഷനിലും എന്തുണ്ടാകുന്നു, റിയാക്ഷൻ ഫോഴ്സസ് ഡെവലപ്പ് ചെയ്യുന്നു.
ഇൻ കേസ് ഓഫ് ഹിഞ്ചഡ് സപ്പോർട്ട്. ഇനി നമുക്ക് അടുത്ത സപ്പോർട്ട് ഏതാണ്? ഫിക്സഡ് സപ്പോർട്ട് ആണ് അല്ലേ. ഫിക്സഡ് സപ്പോർട്ട് നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണ് ബീമെങ്കിൽ ഈ ഒരു എൻഡ് ഫിക്സ് ആക്കി വെച്ചു എന്നുള്ള മീനിങ്ങിൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫിക്സഡ് സപ്പോർട്ട് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. അപ്പൊ ഇത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം റൊട്ടേഷൻ പോസിബിൾ അല്ല, എക്സ് ഡയറക്ഷനിലും മൂവ്മെന്റ് പോസിബിൾ അല്ല, വൈ ഡയറക്ഷനിലും മൂവ്മെന്റ് പോസിബിൾ അല്ല. ഫിക്സഡ് ആക്കി വെച്ചിരിക്കുകയാണ് ആ ബീമിനെ. ഓക്കെ, ഒരു ഡയറക്ഷനിലും മൂവ്മെന്റ്സ് ഇല്ല. അപ്പോ ആ ഡയറക്ഷനിലെല്ലാം എന്ത് ഉണ്ടാകും? റിയാക്ഷൻസ് ഉണ്ടാകും അല്ലെ. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ റിയാക്ഷൻ ഉണ്ടാകും, വെർട്ടിക്കൽ ഡയറക്ഷനിൽ റിയാക്ഷൻ ഉണ്ടാകും, അതുപോലെ മൊമെന്റ്സും റൊട്ടേഷനും പോസിബിൾ റിയാക്ഷൻ ആയിട്ട് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. നമ്മുടെ റോളർ സപ്പോർട്ടിന്റെ കേസ് ആണ് എന്നുണ്ടെങ്കിൽ റോളർ സപ്പോർട്ടിൽ പോസിബിൾ ആയിട്ടുള്ള മൂവ്മെന്റ് അത് റെസ്റ്റ് ചെയ്യുന്ന പ്ലെയിനിലുള്ള ട്രാൻസ്ലേഷൻ, അതായത് ട്രാൻസ്ലേഷൻ മീൻസ് ലീനിയർ ഡയറക്ഷനിലുള്ള മൂവ്മെന്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ റൊട്ടേഷനും പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ റിയാക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഇൻ വിച്ച് ഇറ്റ് റെസ്റ്റ്. ആ ഫിഗർ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി ഹിഞ്ചഡ് സപ്പോർട്ടാണ് എന്നുണ്ടെങ്കിൽ റൊട്ടേഷൻ മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പൊ റിയാക്ഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡയറക്ഷനിലും ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും റിയാക്ഷൻ ഉണ്ടാകും. ഇനി ഫിക്സഡ് സപ്പോർട്ടിന്റെ കേസ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു മൂവ്മെന്റും പോസിബിൾ അല്ല. അപ്പൊ 3 ഡയറക്ഷനിലും എന്തുണ്ടാകുന്നുണ്ട്? റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും വെർട്ടിക്കൽ ഡയറക്ഷനിലും അതുപോലെ മൊമെന്റ്സും അവിടെ ഉണ്ടാകും. അപ്പോൾ ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റോളർ സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ റിയാക്ഷൻ വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാത്രം. ഹിഞ്ചഡ് സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടലും വെർട്ടിക്കൽ ഡയറക്ഷനിലും ഉണ്ടാകും. ഫിക്സഡ് സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ ആൻഡ് മൊമെന്റ് ഇത്രയും റിയാക്ഷൻസ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ബീംസ് എന്താണെന്നാണ് തുടങ്ങിയത് അല്ലെ. സ്ട്രക്ചറൽ മെമ്പേഴ്സ് ടു സപ്പോർട്ട് ട്രാൻസ്വേഴ്സ് ലോഡ്സ്, അതിനെയാണ് ബീംസ് എന്ന് പറയുന്നത്. അതുപോലെ അതിന്റെ എൻഡിലുള്ള റിയാക്ഷൻസ് അല്ലെ, സപ്പോർട്ടിന് ഡിഫറൻസ് അനുസരിച്ച് സപ്പോർട്ട് ഏതാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ടൈപ്സ് ഓഫ് ബീംസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് ബീമാണ് കാന്റിലിവർ ബീം. ഒരു എൻഡില് നമ്മൾ ഫിക്സിസിറ്റി കൊടുത്തിട്ട് ഒരു എൻഡ് ഫ്രീ ആക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ബീമിനെയാണ് നമ്മൾ കാന്റിലിവർ ബീം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു എൻഡില് ഹിഞ്ചഡ് സപ്പോർട്ടും ഒരു എൻഡില് റോളർ സപ്പോർട്ടും ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത്. ഒരു എൻഡില് ഹിഞ്ചഡ് സപ്പോർട്ടും അതുപോലെ അടുത്ത എൻഡില് റോളർ സപ്പോർട്ടും ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ആ ബീമിനെ പറയുന്ന പേരാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഓക്കെ, ഇനി എൻഡ് ഫ്രീ ആക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ, രണ്ട് എൻഡ് ഫ്രീ ആക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ഓവർഹാങ്ങിങ് ബീമാണ്. ഓവർഹാങ്ങിങ് ബീമാണ്. ഇനി എല്ലാ ഇന്റർമീഡിയറ്റ് സപ്പോർട്ട്സ് നമ്മൾ ഇതുപോലെ കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇന്റർമീഡിയറ്റ് ആയിട്ട് സപ്പോർട്ട്സ് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കണ്ടിന്യൂസ് ബീം എന്ന് പറയാം. ഓക്കെ, ഇന്റർമീഡിയറ്റ് ആയിട്ട് ഇതുപോലെ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, ഇവിടെ ഒരു സപ്പോർട്ട്, ഇവിടെ. അപ്പൊ ഇന്റർമീഡിയറ്റ് ആയിട്ട് നമ്മൾ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കേസിൽ ഈ ബീമിനെ നമുക്ക് കണ്ടിന്യൂസ് ബീം എന്ന് പറയാം. ഓക്കെ, ഇനി ഒരു ബീമിന്റെ രണ്ട് എൻഡും ഫിക്സ് ആക്കി വെച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, രണ്ട് എൻഡും ഫിക്സ് ആക്കി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഫിക്സഡ് എൻഡ് ബീം എന്ന് പറയും, അല്ലെങ്കിൽ ഫിക്സഡ് ബീം എന്ന് പറയും. ഓക്കെ, ഇനി ഒരെൻഡില് ഫിക്സും ഒരെൻഡില് റോളറും ഇതുപോലെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ കാന്റിലിവർ സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയും. കാന്റിലിവർ എന്തായിരുന്നു? ഒരെൻഡ് ഫിക്സഡ് ആക്കിയിട്ട് ഒരെൻഡ് ഫ്രീ ആക്കിയിടുന്നതാണ് കാന്റിലിവർ ബീം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതാണ് ടൈപ്സ് ഓഫ് ബീംസ്. ഇത് ഇട്ടേക്കാം. ഇത് നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് പോവാം. Determination of reactions of a simply supported beam. Determination of reactions of a simply supported beam. ഇത് എങ്ങനെയാണ് നമുക്ക് നോക്കാം.
ഓക്കെ, അപ്പൊ ഇതിന് ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്കിനി റിയാക്ഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. അതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിൽ റിയാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡ്രോ ദ ഫിഗർ ഓഫ് ലോഡഡ് ബീം. ആദ്യം നമുക്ക് തന്നിട്ടുള്ള ബീമിന്റെ ഫിഗർ വരയ്ക്കാം. ലോഡും അതിന്റെ ലെങ്ത്തും ഒക്കെ കാണിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ വായിച്ച് അതിന്റെ ഫിഗർ വരയ്ക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ റീപ്ലേസ് ദ സപ്പോർട്ട്സ് ബൈ ഇറ്റ്സ് റിയാക്ഷൻസ് ഓർ ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം. അതായത് നമ്മൾ സപ്പോർട്ടൊക്കെ വെച്ചായിരിക്കും ബീം വരയ്ക്കുന്നുണ്ടാവുക. എന്നിട്ട് നമ്മൾ അതിന് സപ്പോർട്ടിനെ റീപ്ലേസ് ചെയ്തിട്ട് റിയാക്ഷൻസ് വരയ്ക്കാം. അതിങ്ങനെ വരയ്ക്കാം. ഇപ്പോൾ ഹിഞ്ചഡ് സപ്പോർട്ട് ആണെങ്കിൽ അവിടെ ഏത് റിയാക്ഷൻ ഉണ്ടാകുന്നത്? വെർട്ടിക്കൽ ഡയറക്ഷൻ ആണ് ഉണ്ടാകുന്നത് അല്ലെ. റിയാക്ഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡയറക്ഷനിലും ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും ഉണ്ടാകും. റോളർ സപ്പോർട്ട് ആണെങ്കിൽ വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാത്രം റിയാക്ഷൻ ഉണ്ടാകും. ഫിക്സഡ് സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും വെർട്ടിക്കൽ ഡയറക്ഷനിലും അതുപോലെ മൊമെന്റ്സ് ഉണ്ടാകും അല്ലെ. അപ്പൊ സപ്പോർട്ട്സിനെ റിയാക്ഷൻ വെച്ച് റീപ്ലേസ് ചെയ്ത് വരയ്ക്കുക. അതിനെയാണ് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. സപ്പോർട്ടിനെ മാറ്റിയിട്ട് റിയാക്ഷൻ വെച്ച് ബീമിനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ അപ്ലൈ ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. നമ്മൾ നേരത്തെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തൊക്കെയായിരുന്നു? സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ എം ഇസ് ഈക്വൽ ടു 0. ഓക്കെ, sigma fx is equal to 0, sigma fy is equal to 0 and sigma m is equal to 0. fx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സസുകളല്ലേ, അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഫോഴ്സ്. അതുകൊണ്ട് സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു 0 എന്നും കൂടെ നമുക്ക് പറയാം. ഇനി സിഗ്മ എഫ് ബൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫോഴ്സസ് ആണ്. വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ ഡയറക്ഷനിലുള്ള ഫോഴ്സസ് അല്ലേ. അപ്പൊ അതിനെ നമുക്ക് സിഗ്മ ബി എന്നുകൂടെ പറയാം. പിന്നെ മൊമെന്റ് അബൌട്ട് എനി പോയിന്റ് ഷുഡ് ബി 0, ദാറ്റ് ഈസ് സിഗ്മ എം ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്കിവിടെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് പോയിന്റ് ലോഡ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ലോഡ്. ഒരു മിനിറ്റ്, ടൈപ്സ് ഓഫ് ലോഡ്സ് പറഞ്ഞില്ല അല്ലെ നമ്മള്. ഇവിടെ നോക്കൂ, ഈ ഒരു ഇതിനകത്ത് ഇവിടെ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ലെങ്ത് L ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരു ലോഡ് P എന്ന ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു പോയിന്റ് ലോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് വെച്ചിട്ട്. സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറഞ്ഞാൽ ഒരു എൻഡില് ഹിഞ്ചഡ് സപ്പോർട്ടും ഒരു എൻഡില് റോളർ സപ്പോർട്ടാണ് ഉണ്ടാവുക അല്ലെ. ഒരു എൻഡില് റോളർ സപ്പോർട്ടാണ് ഉണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബീമിനകത്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലോഡിനെയാണ് പോയിന്റ് ലോഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഏതെങ്കിലും ഒരു പോയിന്റിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ആ ലോഡിനെയാണ് പോയിന്റ് ലോഡ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് എന്ന് പറയുന്നത്. ഇനി ഇതാണ് നമ്മുടെ ബീം, സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഇത് ആണ്. ഇവിടെ റോളർ സപ്പോർട്ട് ഉണ്ട്, ഇവിടെ ഹിഞ്ചഡ് സപ്പോർട്ട് ഉണ്ട്. എന്നിട്ട് നമ്മുടെ ലോഡ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണെന്ന് വിചാരിക്കാം. അതായത് ആ ഒരു സ്പാനിൽ കംപ്ലീറ്റ് ആയിട്ട് L എന്ന സ്പാനിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുന്നത്. ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുന്നത് അതിനെ നമ്മൾ ആ എൻറ്റയർ സ്പാനിൽ അതിനെ റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, ഒന്നുകൂടി ക്ലിയർ ആയിട്ട് വരയ്ക്കാം. ഇതാണ് ബീം എന്ന് വിചാരിക്കുക. ഞാൻ സപ്പോർട്ട് വരയ്ക്കുന്നില്ല കേട്ടോ. അതാണ് ബീം എങ്കിൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ റെപ്രസെന്റ് ചെയ്യുക. ഇങ്ങനെ തന്നെ വേണമെന്നില്ല, എങ്ങനെയും കൂടെ കാണിക്കാം. ഇതാണ് നമ്മുടെ ബീം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു രീതിയിൽ നമുക്ക്
യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ റെപ്രസെന്റ് ചെയ്യും. അതായത് ത്രൂ ഔട്ട് ലെങ്ത്തിൽ എന്തുണ്ട്, ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അപ്പോൾ അതിനെ റെപ്രസെന്റ് ചെയ്യാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ W per മീറ്റർ ലെങ്ത് എന്നാണ്. ഓക്കെ, W per മീറ്റർ ലെങ്ത്. അപ്പോൾ ഈ ബീമിന്റെ സ്പാൻ എല്ലാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലോഡ് എത്രയായിരിക്കും? W per മീറ്റർ ലെങ്ത് എന്നാണ് പറഞ്ഞത്. സ്പാനിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? L ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് WL എന്ന് വരും. ഒരു മീറ്റർ ലെങ്തിനാണ് W എന്ന ലോഡ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ത്രൂ ഔട്ട് ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ലെങ്ത് L ആണെങ്കിൽ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് W ഇൻറ്റു L. ക്ലിയർ ആണല്ലോ? അപ്പോൾ യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ എപ്പോഴും W per മീറ്റർ ലെങ്ത് എന്നായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. നിങ്ങളോട് പറയാം യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അല്ലെങ്കിൽ UDL എന്നും പറയും. പ്രോബ്ലത്തിലൊക്കെ ചിലപ്പോൾ UDL ഇങ്ങനെയല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ UDL എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ കാണിക്കുന്നത്? W per മീറ്റർ ലെങ്തിലാണ് കാണിക്കുക. അതായത് ഒരു മീറ്ററിലുള്ള W ആണ് നമുക്ക് തരിക. നമുക്ക് ടോട്ടൽ ലോഡ് കണ്ടുപിടിക്കണമെങ്കിൽ ത്രൂ ഔട്ട് ലെങ്തിലുള്ള ടോട്ടൽ ലോഡ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? W ഇൻറ്റു L. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു പാനയ്ക്ക് 5 രൂപയാണെങ്കിൽ, ഒരു പാനയ്ക്ക് 5 ആണെങ്കിൽ 10 പാനയ്ക്ക് എത്രയാ? 10 ഇൻറ്റു 5 എന്നല്ലേ നമ്മൾ പറയാ. അതുപോലെ തന്നെ ഒരു മീറ്റർ ലെങ്ത്തിൽ W ആണെങ്കിൽ L മീറ്റർ ലെങ്ത്തിൽ എത്രയായിരിക്കും? W ഇൻറ്റു L. ഓക്കെ, ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ് അത്. പിന്നെ ട്രയാങ്കുലർ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഇപ്പോൾ ലോഡ് കൂടുതൽ ഒരു എൻഡിലേക്ക് പോകുന്തോറും 0 ആയിട്ട് വരും. അതിന്റെ ഇന്റൻസിറ്റി 0 ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ അത് ട്രയാങ്കുലർ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. പിന്നെ ട്രപ്പിസോയിഡലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അതായത് ഒരു എൻഡിൽ ഒരു വലിയ വാല്യൂ ഉണ്ടാവും, മറ്റേ എൻഡിൽ ചെറിയൊരു വാല്യൂ ഉണ്ടായിരിക്കും. 0 അല്ല, ചെറിയൊരു വാല്യൂ ഉണ്ടായിരിക്കും. പിന്നെ പോയിന്റ് മൊമെന്റ്. ലോഡല്ല, മൊമെന്റ് മാത്രമായി കാണിക്കുകയാണെങ്കിൽ പോയിന്റ് മൊമെന്റ്. അപ്പൊ ഇതാണ് ടൈപ്സ് ഓഫ് ലോഡ്. അതില് പോയിന്റ് ലോഡും യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡും ട്രയാങ്കുലർ ഡിസ്ട്രിബ്യൂട്ടഡും അല്ലെങ്കിൽ യൂണിഫോംലി വാരിയിങ് ലോഡ് എന്നും പറയും. ഓക്കെ, ആ 3 വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം നമുക്ക് തന്നിട്ടുണ്ട്. അതിന് സപ്പോർട്ട് റിയാക്ഷൻ ആയിട്ടാണ് ആദ്യമേ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഏത് സപ്പോർട്ടും അല്ല കാണിച്ചിട്ടുള്ളത്, റിയാക്ഷൻ മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. നമുക്കറിയാലോ ഇവിടെ എന്തായിരിക്കും, എന്ത് സപ്പോർട്ടായിരിക്കും? ഹിഞ്ചഡ് സപ്പോർട്ടായിരിക്കും അല്ലേ? ഇവിടെ എന്ത് സപ്പോർട്ടായിരിക്കും? റോളർ സപ്പോർട്ടായിരിക്കും. അപ്പൊ ഹിഞ്ചഡ് സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? X ഡയറക്ഷനിലും അതുപോലെ Y ഡയറക്ഷനിലാണ് റിയാക്ഷൻ ഉണ്ടാവുക അല്ലെ? X ഡയറക്ഷനിലും Y ഡയറക്ഷനിലും. ഇനി റോളർ സപ്പോർട്ട് ആണെങ്കിലോ ഓൺലി ഇൻ Y ഡയറക്ഷൻ, വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാത്രമാണ് റിയാക്ഷൻ ഉണ്ടാവുക. അപ്പൊ അതാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു 2 റിയാക്ഷൻസ് ആണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ H ഡയറക്ഷനിൽ ഇത് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ H ഡയറക്ഷനിലുള്ള മൊമെന്റ് എന്ന് പറയുന്നത് സം ആൾജിബ്രായിക് സം 0 ആയിട്ടാണ് എടുക്കുന്നത്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഫോഴ്സ് കമ്പോണന്റിന്റെ ആൾജിബ്രായിക് സം എന്ന് പറയുന്നത് 0 ആയിട്ടാണ് എടുക്കുക എപ്പോഴും. അപ്പൊ നിങ്ങൾ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ളത് മാത്രം മൈൻഡ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? നമ്മുടെ 3 ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എന്ന് പറയുന്നത് സിഗ്മ H is equal to സിഗ്മ B is equal to 0 അല്ലെ? അപ്പൊ സിഗ്മ B is equal to 0 എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്താണ്? വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള എല്ലാ ഫോഴ്സസിന്റെയും സമ്മ് 0 ആണ്. അപ്പൊ ഇവിടെ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫോഴ്സസ് ഏതൊക്കെയാണ്? RA ഉണ്ട് അല്ലെ? അതായത് ഇത് AB എന്ന ബീമാണ് എങ്കിൽ ഇത് AB എന്നുള്ള ബീം അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് AB എന്നുള്ള ബീം ആണെങ്കിൽ A എന്ന പോയിന്റിലുള്ള റിയാക്ഷൻ ആണ് RA, B എന്ന പോയിന്റിലെ റിയാക്ഷൻ ആണ് RB. അത്രേ ഉള്ളൂ കേട്ടോ അതില്. അപ്പോ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫോഴ്സസുകളുടെ സം 0 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? RA plus RB is equal to W.
അതായത് അതെങ്ങനെയാ വന്നതെന്ന് വെച്ചാല് ആർ എ എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? മുകളിലേക്കാണ്. സോ അത് പോസിറ്റീവ് ആയിട്ട് എടുക്കാം. ഇനി അടുത്ത ലോഡ് ഏതാണ്? ഡബ്ല്യു ആണ് അല്ലെ. ഡബ്ല്യു എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ലോഡുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഡബ്ല്യു എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? താഴോട്ടാണ്. സോ മൈനസ് ഡബ്ല്യു. ഇനി നെക്സ്റ്റ് വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ലോഡ് ഏതാണ്? ആർ ബി. അതെങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? മുകളിലേക്ക്. സോ പ്ലസ് ആർ ബി ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെന്ത് എഴുതാം? ആർ എ പ്ലസ് ആർ ബി ഇസ് ഈക്വൽ ടു ഡബ്ല്യു എന്ന് എഴുതിക്കൂടെ? ആർ എ പ്ലസ് ആർ ബി ഇസ് ഈക്വൽ ടു ഡബ്ല്യു എന്ന് എഴുതാം. ഇനി അടുത്തത് എന്ന് വെച്ചാൽ നമ്മുടെ ഇതാണ് എ എന്ന പോയിന്റ്. എ എന്ന പോയിന്റിലുള്ള മൊമെന്റുകളെല്ലാം 0 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. എ എന്ന പോയിന്റിലെ മൊമെന്റ് എല്ലാം 0 ആയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? അപ്പൊ എ എന്ന പോയിന്റിൽ നമ്മൾ ഫിക്സ് ആക്കി വെക്കുക. എ എന്ന പോയിന്റ് നമ്മൾ ഫിക്സ് ആക്കി വെക്കുക. എന്നിട്ട് വെർട്ടിക്കൽ ലോഡുകൾ കൊണ്ടുള്ള മൊമെന്റ്സ് കണ്ടുപിടിക്കുക. അതായത് ആർ എ എന്ന ലോഡ് കൊണ്ട് എ എന്ന പോയിന്റിലേക്കുള്ള മൊമെന്റ് എന്തായിരിക്കും? ആർ എ ഇൻറ്റു ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ? എ എന്ന പോയിന്റ്, ഇതാണ് എ എന്നുള്ള പോയിന്റ്. എ എന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ആർ എ എന്നുള്ള ലോഡിൽ നിന്ന് അല്ലെങ്കിൽ റിയാക്ഷനിൽ നിന്ന് എ എന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 0 ആണ് അല്ലെ. അതായത് ആ ഒരു പോയിന്റിൽ മൊമെന്റ് ഇല്ല. ആർ എ എന്ന് പറയുന്നത് എ എന്ന പോയിന്റിൽ തന്നെയാണ് നിൽക്കുന്നത്. അവിടെ ഡിസ്റ്റൻസ് ഇല്ലല്ലോ. അപ്പൊ അവിടെ എന്തില്ല? മൊമെന്റ് ഇല്ല. ഇനി നെക്സ്റ്റ് വൺ എന്താ? ഡബ്ല്യു ആണ് അല്ലെ. അടുത്ത വെർട്ടിക്കൽ ലോഡ് ഏതാണ്? ഡബ്ല്യു ആണ്. അപ്പൊ ഡബ്ല്യു ആണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഡബ്ല്യു ഇതുപോലെ ഇങ്ങനെ, ഈ ലോഡ് കാരണം ഇങ്ങനെയാണ് മൊമെന്റ് ഉണ്ടാകുന്നത്, എ എന്ന പോയിന്റിലേക്ക് ഇങ്ങനെ. അപ്പൊ ഇത് ഏത് ഡയറക്ഷൻ? ഏതാണ് ഡയറക്ഷൻ? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് അല്ലെ. സോ പ്ലസ് ഡബ്ല്യു ഇൻറ്റു ആ ഡിസ്റ്റൻസ് എത്രയാണ്? ഡബ്ല്യു ഇൻറ്റു മൊമെന്റ് അല്ലേ വേണ്ടത്. മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. സോ ഡബ്ല്യു ഇൻറ്റു ഡബ്ല്യുവിൽ നിന്ന് എ എന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് വേണം എടുക്കാനായിട്ട്. ഡബ്ല്യുവിൽ നിന്ന് എ എന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് വേണം എടുക്കാൻ. അപ്പൊ ഡബ്ല്യു ഇൻറ്റു എൽ ബൈ 2. ഓക്കെ. ഇനി അടുത്ത ഫോഴ്സ് ഏതാ? ആർ ബി. ആർ ബി അപ്വേർഡ് ഡയറക്ഷനിലാണ് അല്ലെ. അപ്പൊ ഈ രീതിയിലാണ് ഇവിടേക്ക് മൊമെന്റ് ഉണ്ടാകുന്നത്. അത് ഏത് ഡയറക്ഷൻ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ അതിന് നമുക്ക് മൈനസ് ആക്കിയിട്ട് എടുക്കാം. അപ്പൊ വാല്യൂ എത്രയാണ്? മൈനസ് ആർ ബി ഇൻറ്റു ലെങ്ത്. ആർ ബി ഇൻറ്റു ലെങ്ത്. ലെങ്ത് എത്ര വരും? ആർ ബി ഇൻറ്റു ലെങ്ത് ആണ്. ലെങ്ത് എത്ര വരും? ടോട്ടൽ ലെങ്ത് എൽ. അതായത് ആർ ബിയിൽ നിന്ന് എ എന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? എൽ. ആർ ബി ഇൻറ്റു എൽ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇസ് ഈക്വൽ ടു 0. അങ്ങനെയാണ് നമുക്ക് എന്ത് വന്നത്? ഡബ്ല്യു ഇൻറ്റു എൽ ബൈ 2 മൈനസ് ആർ ബി ഇൻറ്റു എൽ ഇസ് ഈക്വൽ ടു 0. 6 ഇൻറ്റു 0 0 ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? ആർ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ആർ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എന്ത് എഴുതാം? അതിൽ നിന്ന് ആർ എ കണ്ടുപിടിക്കാലോ. ആർ എ പ്ലസ് ആർ ബി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ആണല്ലോ. അതിൽ നിന്ന് ആർ എ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. നമുക്ക് അടുത്തൊരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. ഇതും ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. പോയിന്റ് ലോഡ് 10 കിലോമീറ്റർ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ടോട്ടൽ സ്പാൻ എത്രയാണ്? 4 മീറ്റർ ഉണ്ട്. അപ്പോൾ എ ബി എന്ന ബീമാണ്. അപ്പോൾ അതിൻ്റെ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു 0, സിഗ്മ ബി ഇസ് ഈക്വൽ ടു 0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർ എ പ്ലസ് എ, ഇവിടുത്തെ റിയാക്ഷൻ ഏതായിരിക്കും? ആർ എ. ഇവിടുത്തെ റിയാക്ഷൻ ആർ ബി. ആർ എ പ്ലസ് ആർ ബി ഇസ് ഈക്വൽ ടു 10 കിലോ ന്യൂട്ടൺ. ക്ലിയർ ആണല്ലോ. വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫോഴ്സുകളുടെ സമ്മ് 0 ആണ്. അപ്പോൾ ആർ എ പ്ലസ് ആർ ബി മൈനസ് 10 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അതിന് നമുക്ക് ആർ എ പ്ലസ് ആർ ബി ഇസ് ഈക്വൽ ടു 10 എന്ന് എഴുതാം. ഓക്കെ, ആർ എ പ്ലസ് ആർ ബി ഇസ് ഈക്വൽ ടു 10 എന്ന് എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിഗ്മ എം എ എന്ന പോയിന്റിലെ മൊമെന്റ് 0 ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതാം. എ എന്ന പോയിന്റിൽ ആർ എ ഇൻറ്റു 0 ആയിരിക്കും. അപ്പൊ പിന്നെ പ്രത്യേകം എടുത്ത് എഴുതുന്നില്ല. പിന്നെ 10 ഇൻറ്റു 1 വരും അല്ലെ. 10 ഇൻറ്റു 1. അപ്പൊ ഇത് പോസിറ്റീവ് ആണ്.
പിന്നെ ആർ ബി ഇൻറ്റു 4 വരും. ആർ ബി ഇൻറ്റു 4 അത് മൈനസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 10 ഇൻറ്റു 1 മൈനസ് ആർ ബി ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 0. അതിൽ നിന്ന് ആർ ബി കണ്ടുപിടിക്കാം. ഓക്കെ, അതിൽ നിന്ന് ആർ ബി കണ്ടുപിടിക്കാം. അതുപോലെ സിഗ്മ എം ബി ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. സിഗ്മ എം ബി ഇസ് ഈക്വൽ ടു 0. അതായത് അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക് നോക്കാം. ആർ എ ഇൻറ്റു 4. ഓക്കെ, ആർ എ ഇൻറ്റു 4 അത് ഏതാ ഡയറക്ഷൻ? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് അല്ലേ. അതുപോലെ 10 ഇൻറ്റു 3 അത് ഏതാ ഡയറക്ഷൻ? ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ അത് മൈനസ്. അപ്പൊ ആർ എ ഇൻറ്റു 4 മൈനസ് 10 ഇൻറ്റു 3 ഈക്വൽ ടു 0. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആർ എയുടെ വാല്യൂവും കണ്ടുപിടിക്കാം. ഇനി അവസാനം ഒന്ന് ചെക്ക് ചെയ്തേ. എന്താണ്? ആർ എ പ്ലസ് ആർ ബി ഇസ് ഈക്വൽ ടു എത്ര വരുന്നത്? 2.5 പ്ലസ് 7.5 10 വരുന്നുണ്ട് അല്ലേ. അപ്പൊ സിഗ്മ ബി ഇസ് ഈക്വൽ ടു 0. കണ്ടീഷൻ കറക്റ്റ് ആയില്ലേ? ഓക്കെ അല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രോബ്ലം ഇതാണ്. എ സിംപ്ലി സപ്പോർട്ടഡ് ബീം എ ബി of span 5 meter is carrying a point load 4 kilonewton at its center. Calculate the reactions of the supports A and B. Simply supported beam ആണ്. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം വരച്ചു. അതിന്റെ സ്പാന് 5 ആണ്. സ്പാൻ എന്ന് പറയുന്നത് 5 ആണ്. ഒരു പോയിന്റിലോട് സെന്ററിൽ ആക്ട് ചെയ്യുന്നത്, അതായത് 2.5 മീറ്റർ ലെങ്ത്തില് 5ന്റെ പകുതിയിലാണ് എന്ത് ആക്ട് ചെയ്യുന്നത്? പോയിന്റിലോട് ആക്ട് ചെയ്യുന്നത്. സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കണം എയിലും ബിയിലും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം അല്ലെ. അപ്പോൾ സപ്പോർട്ടിനെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? റിയാക്ഷൻസ് വരച്ചു. അപ്പൊ ഇവിടെ റോൾ സപ്പോർട്ട് ആയതുകൊണ്ട് വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഹിഞ്ച് സപ്പോർട്ട് ആയതുകൊണ്ട് വെർട്ടിക്കൽ ഡയറക്ഷനിലും ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും എന്തുണ്ട്? റിയാക്ഷൻസ് ഉണ്ടായിരിക്കും. നമ്മുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എന്തൊക്കെയാണ്? സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു 0, സിഗ്മ വി ഈസ് ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ എം ഈസ് ഈക്വൽ ടു 0. സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു 0 ആണ് അല്ലേ. നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു 0 ആയിട്ട് എടുത്തു. അതായത് എച്ച് ബി ഹൊറിസോണ്ടൽ ഡയറക്ഷനുള്ള ഫോഴ്സ് 0 ആണ്. ഇനി സിഗ്മ എം എ ഈസ് ഈക്വൽ ടു 0. സിഗ്മ എം എ ഈസ് ഈക്വൽ ടു 0. അതായത് എ എന്ന പോയിന്റിലേക്ക് ആക്ട് ചെയ്യുന്ന എന്തൊക്കെ മൊമെന്റുകളെല്ലാം 0 ആണ്. അപ്പൊ ഏതൊക്കെയാണ് എ എന്ന പോയിന്റിലേക്ക് ആക്ട് ചെയ്യുന്ന മൊമെന്റ്? ഈ 4 കിലോമീറ്റർ കൊണ്ടൊരു മൊമെന്റ് ഉണ്ടായിരിക്കില്ലേ? അതെങ്ങനെയാണ് ആക്ട് ചെയ്യുക? 4 കിലോമീറ്റർ ഇങ്ങനെയാണ് ആക്ട് ചെയ്യുക അല്ലെ. അപ്പൊ അത് എത്രയാണ്? 4 ഇൻറ്റു 2.5. ഏത് ഡയറക്ഷൻ? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ പോസിറ്റീവ്. ഇനി ആർ ബി കാരണം അല്ലെങ്കിൽ വി ബി കാരണം ഒരു മൊമെന്റ് ഉണ്ടായിരിക്കും, ഇങ്ങനെയാണ് ആക്ട് ചെയ്യുക. അത് എത്രയാണ്? വി ബി ഇൻറ്റു 5. വി ബി ഇൻറ്റു 5 ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. വി ബി ഇൻറ്റു 5 അത് ആക്ട് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. സോ മൈനസ്. ഓക്കെ, അപ്പൊ 4 ഇൻറ്റു 2.5 മൈനസ് വി ബി ഇൻറ്റു 5. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? വി ബി കിട്ടി. ഓക്കെ, ഇനി സിഗ്മ എം ബി ഇസ് ഈക്വൽ ടു 0. ബി എന്ന പോയിന്റിലേക്കുള്ള മൊമെന്റ് എടുക്കുകയാണ് നമ്മൾ. അപ്പൊ ഇവിടെ നിന്ന് എടുക്കണം ഇത്. ഈ വി എ ഇൻറ്റു 5 ഉണ്ടായിരിക്കും അല്ലെ. അത് ഏത് ഡയറക്ഷൻ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ല, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ അത് പോസിറ്റീവ്. വി എ ഇൻറ്റു 5. ഇനി അതുപോലെ 4 ഇൻറ്റു 2.5 ഉണ്ടായിരിക്കും. അത് ആന്റി ക്ലോക്ക് വൈസ് മൈനസ്. അങ്ങനെയാണ് വി എ ഇൻറ്റു 5 മൈനസ് 4 ഇൻറ്റു 2.5 എന്നുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് വി എ കണ്ടുപിടിക്കാം. ഓക്കെ, അതിൽ നിന്ന് വി എ കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുമ്പോൾ എന്താ വരും? വി എ പ്ലസ് വി ബി ചെയ്ത് നോക്കുക. വി എ പ്ലസ് വി ബി ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് വരേണ്ടത്? 2 + 2 = 4. അത് തന്നെയല്ലേ വരുന്നത്? 2 + 2 = 4. നമ്മുടെ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫോഴ്സുകളുടെ സം 0 ആയില്ലേ? 4 - 4 = 0. ഓക്കെ, ഇത് നോക്കൂ കേട്ടോ.
ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്ത പ്രോബ്ലം, when the reactions of a simply supported beam 4 meter long carrying point loads of 20 kN and 30 kN at a distance of 1 meter and 3 meter from the left end. ഇപ്പോൾ നമ്മൾ തന്നിട്ടുള്ള ഫിഗർ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 4 മീറ്റർ ആണ് ടോട്ടൽ ലെങ്ത്. അതിൽ പോയിന്റ് ലോഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? 20 kN 30 kN അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 meter and 3 meter ഫ്രം ലെഫ്റ്റ് എൻഡ്. ലെഫ്റ്റ് എൻഡിൽ നിന്ന് 1 meter മാറിയിട്ട് 20 kN, ലെഫ്റ്റ് എൻഡിൽ നിന്ന് 3 meter മാറിയിട്ട് 30 kN ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിന്റെ ലോഡഡ് ബീമിന്റെ ഫിഗർ വരച്ചു. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തു കഴിഞ്ഞു. നമ്മളോട് സപ്പോർട്ട് അല്ല, റിയാക്ഷൻ ഡയറക്റ്റ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫിഗർ ക്ലിയർ ആയോ എന്ന് ചെക്ക് ചെയ്തേ. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഫിഗർ വരയ്ക്കുന്നത് എങ്ങനെയാണ്, ക്ലിയർ ആയോ? സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്. ടോട്ടൽ ലെങ്ത് 4 മീറ്റർ ആണ്. ലെഫ്റ്റ് എൻഡിൽ നിന്ന് 1 meter മാറിയിട്ട് 20 kN, ലെഫ്റ്റ് എൻഡിൽ നിന്ന് 3 meter മാറിയിട്ട് 30 kN ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റെപ്പ് എന്തൊക്കെയാണ്? ഇതാണ് നമ്മുടെ റിയാക്ഷൻ RA RB. സിഗ്മ H is equal to 0, സിഗ്മ V is equal to 0, സിഗ്മ M is equal to 0. സിഗ്മ V is equal to 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? RA അപ്വേർഡ് ഡയറക്ഷനിലുള്ളതെല്ലാം is equal to ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ളതെല്ലാം. അതായത് RA plus RB is equal to 20 plus 30, അതായത് 50. ഓക്കെ, ഇനി സിഗ്മ MA is equal to 0. A എന്ന പോയിന്റിലുള്ള മൊമെന്റ് 0 ആണ്. അപ്പൊ എങ്ങനെ വരും? 20 into 1 meter, 30 into 3 meter and RB into 4 meter. ഓക്കെ ആയോ? ഓക്കെ ആയോ? 20 into 1 meter. 20യിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് 1 meter. 30യിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് 3 meter. അതുപോലെ RBയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് 4 meter. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, 20 into 1 അത് ഏതാ ഡയറക്ഷൻ? ക്ലോക്ക് വൈസ്, സോ പോസിറ്റീവ്. 30 into 3 അത് ഏതാ ഡയറക്ഷൻ? ക്ലോക്ക് വൈസ്, സോ പോസിറ്റീവ്. RB into 4 അത് ഏതാ ഡയറക്ഷൻ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, സോ മൈനസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? RB is equal to ഒരു വാല്യൂ കിട്ടി. ഓക്കെ, RB is equal to ഒരു വാല്യൂ കിട്ടി. നിങ്ങൾ ഒപ്പം ചെയ്യുന്നുണ്ട് വിചാരിച്ചാണ് ഞാൻ ഇടയ്ക്ക് സമയം തരുന്നത് കേട്ടോ. ഒപ്പം ചെയ്യൂ. ഇനി സിഗ്മ ഇതിൽ നിന്ന് RA കണ്ടുപിടിച്ചതാണ്. എന്ത്? സിഗ്മ V is equal to 0 എന്നുള്ള ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? RA കണ്ടുപിടിക്കാം. എങ്ങനെ? 50 മൈനസ് RB ചെയ്താൽ മതി. അപ്പൊ നമുക്ക് RA കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? സിഗ്മ MB is equal to 0 പറഞ്ഞിട്ട് കണ്ടുപിടിക്കാം. സിഗ്മ MB is equal to 0 ആണ് എടുക്കുന്നതെങ്കിൽ എങ്ങനെയാ വരിക? സിഗ്മ MB is equal to 0 ആണ് എടുക്കുന്നതെങ്കിൽ എന്താ വരിക? RA into 4 ആന്റി ക്ലോക്ക് വൈസ് ആണല്ലേ. RA into 4 ക്ലോക്ക് വൈസ് ആണ്, സോ പോസിറ്റീവ്. ഇനി 20 into ഇത് എത്ര വരും? 3, അത് മൈനസ് ആണ്. പിന്നെ 30 into 1 അതും മൈനസ് ആണ്. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? RA കിട്ടും. ചെയ്ത് നോക്കൂ. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? W ന്യൂട്ടൺ പെർ മീറ്റർ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ലോഡ് എത്രയാണ്? W into L. അത് എവിടെ ആക്ട് ചെയ്യും? സെന്ററിൽ വേണം ആക്ട് ചെയ്യാനായിട്ട്. അതായത് ലെങ്ത് L ആണെങ്കിൽ L/2 വേണം ടോട്ടൽ ലോഡ് ആക്ട് ചെയ്യുക. അതായത് ഇതിൻ്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണോ അവിടെ വേണം ടോട്ടൽ ലോഡ് ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ് W ന്യൂട്ടൺ പെർ മീറ്റർ.
അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് W ഇൻറ്റു എൽ, അത് എവിടെ ആക്ട് ചെയ്യും? L/2. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇന്റൻസിറ്റി ഓഫ് ലോഡ് നമുക്കറിയാം W ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലോഡ് ക്യാപിറ്റൽ W എന്ന് പറയുന്നത് W ഇൻറ്റു എൽ. ഇനി ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. സിഗ്മ H is equal to 0, സിഗ്മ V is equal to 0. സിഗ്മ V is equal to 0 എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാം RA പ്ലസ് RB is equal to ടോട്ടൽ ലോഡ് എത്രയാ? W ഇൻറ്റു എൽ. നമ്മൾ ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ പോയിന്റ് ലോഡാക്കി മാറ്റി. അത് ഓർമ്മയിൽ വരണം കേട്ടോ. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് W ന്യൂട്ടൺ പെർ മീറ്റർ ആയിരുന്നു. അതിനെ നമ്മൾ പോയിന്റ് ലോഡാക്കി മാറ്റി. എങ്ങനെ? W ഇൻറ്റു എൽ ചെയ്തപ്പോൾ ടോട്ടൽ ലോഡായി. അപ്പോൾ അത് സെന്ററിലാണ് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു പോയിന്റ് ലോഡിന് ഈക്വൽ ആയി. ഓക്കെ അല്ലേ നിങ്ങൾക്ക്? അപ്പോൾ W ഇൻറ്റു എൽ അത് സെന്ററിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ RA പ്ലസ് RB ഇസ് ഈക്വൽ ടു W ഇൻറ്റു എൽ എന്ന് എഴുതി. ഇനി MA ഇസ് ഈക്വൽ ടു 0 കൊടുക്കുന്നു. അതായത് MA ഇസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ WL കാരണം ഈ A എന്ന പോയിന്റിലേക്ക് ആക്ട് ചെയ്യുന്ന ലോഡുകൾ ഏതൊക്കെയായിരിക്കും? ആദ്യം RA എടുത്തിട്ട് കാര്യമില്ല, കാരണം അവിടെ ഡിസ്റ്റൻസ് ഇല്ല. അപ്പോൾ എന്തായാലും 0 ആയിട്ട് പോകും. ഇനി ഈ WL കാരണം ഇങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടാവും. എത്ര? WL ഇൻറ്റു L/2. WL കാരണമുള്ള മൊമെന്റ് WL ഇൻറ്റു L/2. ഇനി RB കാരണം ഇങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടാവും അപ്വേർഡ് ഡയറക്ഷനിൽ. ആ ലോഡിന്റെ ഡയറക്ഷൻ നോക്കിയാൽ മതി, അപ്പൊ നമുക്ക് ഇത് വരയ്ക്കാൻ പറ്റും. RB കാരണം ഇങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടായിരിക്കുന്നത് എത്രയാ? RB ഇൻറ്റു എൽ. ഇവിടെ ഉണ്ട് RB ഇൻറ്റു എൽ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? WL into L/2 is equal to RB into L. So RB is equal to WL/2. ഇനി സിഗ്മ MB is equal to 0 എടുത്തേ. സിഗ്മ MB is equal to 0 ആണെങ്കിൽ ഇങ്ങോട്ടാണ് നമ്മൾ നോക്കുന്നത് അല്ലേ? അപ്പൊ RB into 0 ആണ്, അത് എഴുതുന്നില്ല. പിന്നെ RA into L ഉണ്ടായിരിക്കും. അതുപോലെ WL into L/2 ഉണ്ടായിരിക്കും. ഓക്കെ, WL into L/2. RA into L minus WL into L/2 is equal to 0. RA into L is equal to WL into L/2. Then R is equal to WL/2. ഇനി നമ്മൾ ചെക്ക് എന്താണ്? RA പ്ലസ് RB നമുക്ക് എന്ത് വരണം? WL വരണം. വരുന്നുണ്ടോ? RA സിഗ്മ V is equal to 0. അതായത് RA പ്ലസ് RB is equal to WL കിട്ടുന്നുണ്ടോ? WL/2 പ്ലസ് WL/2 എന്താണ്? WL. ചെയ്ത് നോക്കൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ഇതാണ്. Find the reactions of a simply supported beam 5 meter long carrying uniformly distributed load of 10 kilonewton per meter on the entire span. അപ്പോൾ നമ്മൾ ആദ്യം ഫിഗർ വരയ്ക്കണം. ഫിഗർ എങ്ങനെ വരയ്ക്കും? സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ് അല്ലേ? 5 മീറ്റർ ഉണ്ട്. നമ്മുടെ UDL എങ്ങനെയാണ്? 10 kilonewton per meter ആണ്. 10 kilonewton per meter ആണ്. UDL ആണ് തന്നിട്ടുള്ളത് അല്ലേ നമുക്ക്. അപ്പൊ അതിനെന്ത് ചെയ്യാം? ആദ്യം നമ്മുടെ റിയാക്ഷൻ സപ്പോർട്ടിനെ റിയാക്ഷൻ ആക്കി റീപ്ലേസ് ചെയ്യാം. അപ്പൊ A എന്ന പോയിന്റിൽ റോളർ സപ്പോർട്ടാണ്. സോ വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാത്രമാണ് റിയാക്ഷൻ. B എന്ന പോയിന്റിൽ ഹിഞ്ചഡ് സപ്പോർട്ടാണ്. സോ വെർട്ടിക്കൽ ഡയറക്ഷനിലും ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും. നമ്മൾ വെർട്ടിക്കൽ ഡയറക്ഷൻ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ UDL നമുക്ക് മാറ്റി വരയ്ക്കാം. UDL എങ്ങനെ വരയ്ക്കാം? 1 മീറ്ററിലാണ് 10 കിലോ ന്യൂട്ടൺ അല്ലെ? 1 മീറ്ററിലാണ് 10 കിലോ ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലോഡ് എത്രയാണ്? 10 × 5 50. എവിടെയാണ് ആക്ട് ചെയ്യേണ്ടത്? 5ന്റെ പകുതിയിൽ. 1 മീറ്ററിലാണ് 10 കിലോ ന്യൂട്ടൺ. അങ്ങനെയാണ് UDL പറയുക. അപ്പൊ ടോട്ടൽ ലോഡ് എത്രയായി? 10 × 5 50 വരും. അതെവിടെ ആക്ട് ചെയ്യും? 5 മീറ്ററിന്റെ പകുതിയിൽ വേണം ആക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫിഗർ ഇതാണ്. ഇനി ഇത് വെച്ച് നമുക്ക് റിയാക്ഷൻസ് കണ്ടുപിടിക്കാം. എളുപ്പല്ലേ? RA RB ആണ് കണ്ടുപിടിക്കേണ്ടത്.
എച്ച് ബി is equal to 0 ആണ്. സിഗ്മ ബി equal to 0 വരുമ്പോൾ ആർ എ പ്ലസ് ആർ ബി is equal to എന്ത് വരണം 50 വരണം. വരുന്നുണ്ടോ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം സിഗ്മ എം എ is equal to 0. സിഗ്മ എം എ is equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ഇൻറ്റു 2.5, അതുപോലെ ആർ ബി ഇൻറ്റു 5 ഓക്കെ is equal to 0 എന്ന് എഴുതാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 50 ആർ ബി is equal to 25 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി സിഗ്മ എം ബി is equal to 0 ചെയ്യുന്നെങ്കിലോ സിഗ്മ എം ബി is equal to 0 ആണ് എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടാണ്, ഞാൻ റെഡ് കളറിൽ വരയ്ക്കാം, ഇങ്ങോട്ടാണ് വരേണ്ടത്. സോ ആർ എ ഇൻറ്റു 5, അതുപോലെ 50 ഇൻറ്റു 2.5. അപ്പൊ എന്ത് കിട്ടും? ഇതിൽ നിന്ന് നമുക്ക് ആർ എ ഇതിൽ നിന്ന് നമുക്ക് ആർ എ കിട്ടും. ഇത് ആർ എ ആണ്, ആർ എ ഇൻറ്റു 5 ആണ്. ആർ എ ഇൻറ്റു 5 മൈനസ് 50 ഇൻറ്റു 2.5 is equal to 0. So 5 RA is equal to 50 into 2.5. So RA is equal to 25 kilonewton എന്ന് കിട്ടും. ഇനി നമ്മുടെ ചെക്ക് എന്താണ്? സിഗ്മ ബി is equal to 0. അതാണ് നമ്മുടെ ചെക്ക് അല്ലേ? അതായത് RA പ്ലസ് ആർ ബി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 50 കിട്ടണം. കിട്ടുമോ? RA എത്രയാണ്? 25. RB എത്രയാണ്? 25. സോ 50. ചെക്ക് കറക്റ്റ് അല്ലേ? ഇനി ഈ ഒരു ഫിഗറിൽ നോക്കിയേ, ഇതിനകത്തൊരു സിമ്മട്രി ഉണ്ട്. സിമ്മട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സെന്ററിൽ ഞാൻ ഒരു ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിന്റെ സെന്ററിൽ ഞാൻ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കുക, അതുപോലെ ഇങ്ങോട്ട് നോക്കുക. ഈ ലെഫ്റ്റ് സൈഡിന്റെ മിറർ ഇമേജ് ആണ് നമുക്ക് റൈറ്റ് സൈഡിൽ കാണിച്ചു തരുന്നത്. ഓക്കെ അല്ലെ? ലെഫ്റ്റ് സൈഡിന്റെ മിറർ ഇമേജ് ആണ് റൈറ്റ് സൈഡിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലെ സിമ്മട്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആർ എ ആർ ബി എന്തായിരിക്കും? 0 ആയിരിക്കും. ആർ എ ആർ ബി ഈക്വൽ ആയിരിക്കും. ഓക്കെ, സിമ്മട്രി ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കൂ, ആർ എ ആർ ബി എന്ന് പറയുന്നത് W/2 ആയിരിക്കും. സിമ്മട്രി ഉണ്ടെങ്കിൽ മാത്രം ആർ എ ആർ ബി എന്ന് പറയുന്നത് W/2 ആയിരിക്കും. ഇവിടെ W എത്രയാണ്? 50. സോ 50/2 25. ഓക്കെ അല്ലേ? അപ്പൊ സിമ്മട്രി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാനായിട്ട് സാധിക്കും. സിമ്മട്രി ഉണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ ഒന്നും ചെയ്യാതെ പെട്ടെന്ന് പറയാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലാസ് ഫാസ്റ്റ് ആണോ? നമുക്ക് വേറൊരു പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് ദ റിയാക്ഷൻ ഓഫ് ദി സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാൻ 6 meter carrying point load of 100 kilonewton at a distance of 2 meter from left and a UDL of 20 kilonewton per meter for a distance of 3 meter from right end. അതായത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്, 6 മീറ്റർ ആണ്. അതിലൊരു പോയിന്റ് ലോഡ് ഉണ്ട് 2 മീറ്റർ, ലെഫ്റ്റിൽ നിന്ന് 2 മീറ്റർ മാറിയിട്ട് ഒരു പോയിന്റ് ലോഡ് 100 kilonewton ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു റൈറ്റിൽ നിന്ന് 3 മീറ്റർ മാറിയിട്ട് 20 kilonewton per meter. അപ്പൊ എന്താണ്? UDL ആണ്. 20 kilonewton per meter എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് UDL ആയിരിക്കും. അപ്പൊ ഇതിന്റെ ലോഡ് ഡയഗ്രാം ഒന്ന് വരച്ച എല്ലാവരും, ലോഡ് ഡയഗ്രാം എല്ലാവരും ഒന്ന് വരയ്ക്കൂ പേപ്പറിൽ, നിങ്ങളുടെ നോട്ടില്. വരച്ചെന്ന് വിചാരിക്കുന്നു. ഞാൻ അവിടെ കാണിക്കാം. ഇതുപോലെയാണോ കിട്ടിയത്? സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്, 6 മീറ്റർ ആണ്. ലെഫ്റ്റിൽ നിന്ന് 2 മീറ്റർ മാറിയിട്ട് ഒരു 100 kilonewton, റൈറ്റിൽ നിന്ന് 3 മീറ്റർ മാറിയിട്ട് ഒരു 20 kilonewton per meter UDL-ഉമാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് പേരൊക്കെ കൊടുത്തോളൂ. ABCD ഓരോ പോയിന്റിലൊക്കെ പേരൊക്കെ കൊടുക്കൂ.
എന്നിട്ട് ഈ യു ഡി എല്ലിനെ പോയിന്റ് ലോഡ് ആക്കുമ്പോൾ എത്ര വരും? 3 മീറ്ററിലാണ് യു ഡി എൽ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലോഡ് എത്രയാണ്? 20 × 3. ഇപ്പൊ നമുക്കതിന് ഇങ്ങനെ വരയ്ക്കാം അല്ലെ. അതെവിടെയാണ് ആക്ട് ചെയ്യുക? 20 × 3 എവിടെയാണ് ആക്ട് ചെയ്യുക? 3 മീറ്ററിന്റെ പകുതിയിലായിരിക്കും. അതായത് 1.5 മീറ്ററിലായിരിക്കും ആക്ട് ചെയ്യുക. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് റിയാക്ഷൻ കണ്ടുപിടിക്കാമല്ലോ സിമ്പിളായിട്ട്. നേരത്തെ ചെയ്തതുപോലെ തന്നെ സിഗ്മ വി is equal to 0, സിഗ്മ എം is equal to 0. അങ്ങനെ സിഗ്മ എം എ is equal to 0 എന്താ വരിക? എന്തൊക്കെ വരും? 100 × 2 വരും. 60 × ഈ ഡിസ്റ്റൻസ് എത്രയാ? 60 × 2 + 1 + 1.5 4.5 അല്ലേ? അതുപോലെ ആർ ബി × 6 എന്നും വരും അല്ലേ? ഇങ്ങനെയൊക്കെ 100 × 2 + 60 × 4.5 മൈനസ് ആർ ബി × 6 is equal to 0. ഇതിൽ നിന്ന് ആർ ബി കണ്ടുപിടിക്കൂ എല്ലാവരും. ഓക്കെ, കിട്ടിയില്ലേ? ആർ ബി is equal to എന്തെന്ന് വന്നു? 78.33 kN എന്ന് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സിഗ്മ എം ബി is equal to 0 എന്ന് ചെയ്ത് നോക്കാം. എങ്ങനെ വരും? അപ്പോൾ 6 × 6 അല്ലേ? 100 × 4 again 60 × 1.5. ഓക്കെ, 6 × 6 മൈനസ് 100 × 4 മൈനസ് 60 × 1.5. ക്ലോക്ക് വൈസ് എല്ലാം പോസിറ്റീവും ആന്റി ക്ലോക്ക് വൈസ് എല്ലാം നെഗറ്റീവും ആയിട്ട് എടുത്തു. ചെയ്ത് നോക്കൂ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആർ എ എത്ര കിട്ടുന്നേ നോക്കൂ. ഓക്കെ, നമ്മുടെ ആൻസർ ആർ is equal to 81.67 kN. ഇനി ചെക്ക് ചെയ്ത് നോക്കൂ. എന്താ ചെയ്യേണ്ടത്? ആർ എ പ്ലസ് ആർ ബി ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? ആർ എ പ്ലസ് ആർ ബി ചെയ്യുമ്പോൾ 100 + 60 160 എന്ന് കിട്ടണം അല്ലേ? ആർ എ അപ്വേർഡ് ഫോഴ്സസ് പ്ലസ് ഡൗൺവേർഡ് ഫോഴ്സസ് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്വേർഡ് ഫോഴ്സസ് പ്ലസ് ഡൗൺവേർഡ് ഫോഴ്സസ് ഈസ് 0. അങ്ങനെ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ആർ എ പ്ലസ് ആർ ബി, ആർ എ എത്രയാണ്? 78.33, ആർ ബി എത്രയാണ്? 81.67. സോ 160. ഓക്കെ, ഓക്കെ. ഇനി നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. A simply supported beam AV of span 6 meter is loaded as shown in figure. Calculate the reactions at the supports A and B. ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയി ചെയ്യാനുള്ളതാണ്. ഈ ഫിഗർ വേഗം വരച്ചെടുത്തോളൂ.
വരച്ചെടുത്തോ? ഓക്കെ, ഇതും ഹോംവർക്കാണ്, എഴുതിയെടുത്തോളൂ. ഇതുപോലുള്ള സെയിം പ്രോബ്ലംസ് ആണ്, അതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഹോംവർക്കായി ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. 3 പ്രോബ്ലംസ് ഉണ്ട്, ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു ഓവർ ഹാങ്ങിങ് ബീമിന്റെ കേസ്. ഓക്കെ, ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്, നമ്മുടെ സമയമായി. സോ ഓവർ ഹാങ്ങിങ്ങിന്റെ ബീമിന്റെ കേസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.